നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഓട്ടോ സജഷൻ ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യം, ഓട്ടോ പൈലറ്റ് മോഡിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡെയിലി ഹാബിറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് വേവാൻ എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കും, ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. ഒരു ഒരൊറ്റ നീശയിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ വീട് മെയിൻറ്റെയിൻ ചെയ്യുക, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക, പിന്നെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു റൊട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അത് നമുക്ക് മൾട്ടി ടാസ്കിങ് വഴി സ്മാർട്ടായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഔട്ട്കം ആ ഒരു ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരു ഔട്ട്കമാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. നമുക്ക് ബ്രേക്ക് നോക്കണം, ഗിയർ നോക്കണം, സൈഡ് മിറർ നോക്കണം, അതുപോലെ തന്നെ റോഡ് ശ്രദ്ധിക്കണം. ആ ഒരു സമയം തന്നെ നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ ആസ്വദിക്കും. അരികത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൾട്ടി ടാസ്കിങ് ആയിട്ട് ചെയ്യും. ഇതൊക്കെ നമുക്ക് വളരെ സ്മാർട്ടായിട്ട് നമ്മളുടെ ടൈമും എനർജിയും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്ന സമയത്ത് ഓഡിയോ ബുക്ക് കേൾക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയർഫോണിൽ വെച്ചിട്ട് ഈ ഓഡിയോ ബുക്കോ പാട്ടോ അങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് മൾട്ടി ടാസ്കിങ് വഴി വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ പല ഔട്ട്കമുള്ള പല കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് മൾട്ടി ടാസ്കിങ് അല്ല, ടാസ്ക് സ്വിച്ചിങ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ടൈലറോ ഒരു ഡിസൈനറോ ആണെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾക്ക് അവിടെ ഫോക്കസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ റെഫറൻസ് എടുക്കുക, അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക, അതിൻ്റെ സ്റ്റിച്ചിങ് ക്ലോത്ത് നോക്കുക, അത് ഡിസൈൻ ചെയ്യുക, വരയ്ക്കുക, ആ രീതിയിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക ആസ് എ ഡിസൈനർ, ആസ് എ സ്റ്റിച്ച് ചെയ്യുന്ന ടൈലർ എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മൾട്ടി ടാസ്കിങ് എന്ന് പറയും. പക്ഷേ ആ ഒരു സംഭവം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഫോൺ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ നോക്കുക, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ പല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്നതിനാണ് ടാസ്ക് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന വർക്കിന് നല്ലൊരു ഔട്ട്കം നമുക്ക് കിട്ടൂല. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ട് ഫോക്കസോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മൾട്ടി ടാസ്കിങ് അതിന് നമുക്ക് കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മൾട്ടി ടാസ്കിങ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒന്നാമത് മനസ്സിലാക്കുക, അത് മൾട്ടി ടാസ്കിങ് അല്ല, ടാസ്ക് സ്വിച്ചിങ് ആണ് എന്നുള്ളത്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റീവ് തിങ്കിങ് കുറയും. വേറെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്ടിവിറ്റി കുറയും. നമുക്ക് മിസ്റ്റേക്സ് വരും, ടെൻഷൻ, ആൻസൈറ്റി ഉണ്ടാവും, മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് മൾട്ടി ടാസ്കിങ്. പക്ഷേ അതിൻ്റെ ഔട്ട്കം ഒന്നായിരിക്കണം. പല കാര്യങ്ങൾ ഒരുമിച്ച് പല ഔട്ട്കം ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ പറയും, പണ്ടത്തെ പോലെ എനിക്ക് ആ ഒരു കാര്യത്തിൽ അത്ര ഒരു പാഷനേറ്റ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല, അത്ര ക്രിയേറ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റീനെ കൊല്ലുന്നത്. കാരണം ആ ഒരു സമയം തന്നെ നമ്മൾ പലതിലേക്കും പോകുന്നു. ഒരു മങ്കി മൈൻഡ് എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യം പൗസ് ചെയ്തിട്ട് വേറൊരു കാര്യത്തിലേക്ക് പോകും, അവിടെ നിന്ന് അപ്പുറത്തേക്ക് തുള്ളും, അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ചാടും. ആ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഒരുപാട് ടൈമും അവിടെ പോകുന്നുണ്ട്, എന്നാൽ നമ്മൾ ഇരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ അതും ചെയ്യുന്നില്ല. അതിനൊരു ഫുൾഫിൽമെന്റ് ഫീലും നമുക്ക് കിട്ടൂല. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ അറിയോ? ഓരോ കാര്യങ്ങൾക്കും ഓരോ ടൈം ഫിക്സ് ചെയ്യുക. ഒരു 25 മിനിറ്റ് ബ്ലോക്ക് ചെയ്തിട്ട്, പോമറോഡോ ടെക്നിക്ക് വഴി ഒരു 25 മിനിറ്റ്സ് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ശ്രദ്ധയും ഫോക്കസോടും കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഒരു 25 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ആ ഒരു സമയം നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാക്കി വെക്കുക, ഫോണൊക്കെ മാറ്റി വെക്കുക. ഫോണിലാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഒരു നോട്ടിഫിക്കേഷനൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ലാപ്പിലോ ഫോണിലോ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് നമുക്ക് ഫോണോ ഇൻസ്റ്റഗ്രാമിൻ്റെതോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയേൻ്റെതോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ചെയ്യുന്ന വർക്ക് അവിടെ പോസ് ചെയ്തിട്ട് ആ ഒരു വർക്കിലേക്ക് നമ്മൾ ചാടാതിരിക്കുക.
നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറയാം 25 മിനിറ്റ് ഞാൻ ഇതിന് വേണ്ടി മാറ്റി വെച്ചതാണ്, ഇത് കഴിഞ്ഞിട്ടേ ഞാനത് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറയാം. ആ ഒരു സമയത്ത് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നമ്മളുടേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് 100-ൽ 100 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ, ഫുൾ പവർ നമുക്ക് അവിടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആ ഒരു നമ്മൾ ഏതൊരു മേഖലയിലാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് സ്റ്റാർ ആവാൻ വേണ്ടി പറ്റും. സഞ്ജു സാംസങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾ ഒരു മാസം ഫോൺ വരെ യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിൽ അത്രയും ഫോക്കസ് ആയിട്ട് ചെയ്തു. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആളുടെ ആ ഒരു എയിമിന് വേണ്ടിയിട്ട് ആള് സമയം ചെലവഴിച്ചു. പക്ഷെ ഇത്രയൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു 25 മിനിറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ വെച്ചിട്ടെങ്കിലും ഫോക്കസ് ആയി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് എത്ര ടൈമാണോ വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു കാര്യം ചെയ്യുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി വെക്കുക. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറച്ച് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ് തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുന്ന സമയമായിരിക്കും, കറണ്ട് ബില്ല് അടിച്ചിട്ടില്ലല്ലോ, കുട്ടികളുടെ ഫീസ് അടിച്ചിട്ടില്ലല്ലോ, ആ രീതിയിൽ ഗ്രോസറി വാങ്ങണമല്ലോ, ആ രീതിയിലുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്യാനുണ്ടെങ്കിൽ, ആരെങ്കിലും വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിങ്കിങ് ആയിട്ട് വന്നിട്ട് ആ ഒരു ലൂപ്പിൽ കുടുങ്ങിയിട്ട് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നോട്ട് നമ്മൾ കയ്യിൽ കരുതുക. ഇങ്ങനെയുള്ള തോട്ട്സ് വരുന്ന സമയത്ത് ആ ഒരു തോട്ട്സ് ആ ഒരു ബുക്കിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസോടുകൂടി ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന ഏറ്റവും ടോപ്പസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റും മറ്റ് നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരൊക്കെ മൾട്ടി ടാസ്കിൻ്റെ ആൾക്കാരല്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും ആസ്വദിച്ച് അറിഞ്ഞ് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള പോലെയുള്ള കഴിവുകളാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ ആ ഡിസ്ട്രാക്ഷൻസിലൂടെ പോയിട്ട് നമ്മുടെ ആ ഒരു ഇന്നർ സെൽഫ് എന്ന് വരുന്ന ആ ഒരു കഴിവ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. അതിന് വേണ്ടിയിട്ടാണ് മൾട്ടി ടാസ്കിങ് നിങ്ങൾ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ എന്തിനാണോ മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് ഫോക്കസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക. അപ്പോൾ മൾട്ടി ടാസ്കിങ് എന്താണ്, ടാസ്ക് സ്വിച്ചിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ടാസ്ക് സ്വിച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി ഒക്കെ നശിപ്പിക്കും. അപ്പോൾ നമുക്കത് ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. കൂടാതെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സംഭവവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്തെന്നറിയാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ദിവസം മുഴുവൻ ആ ഒരു ഊർജ്ജസ്വരമായിട്ട് നമുക്ക് നിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ അറ്റ് എ ടൈം ഒരു കാര്യം ചെയ്യുക, അത് ആസ്വദിച്ച് ചെയ്യുക, അതിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക.